ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പള്ളിമുക്കിന്റെ പഴയ കാലത്തേക്ക് ഈ വർത്തമാന കാലത്തേക്കൊക്കെ നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. പള്ളിമുക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പള്ളിമുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഉന്നതിയിലോട്ട് എത്തിയ സമയം നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രധാനമായിട്ട് ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പള്ളിമുക്കിൻ്റെ കഴിഞ്ഞൊരു 5 കൊല്ലത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 2020 പോകാം. 2020 ഡിസംബർ നമ്മളെല്ലാവരും ഒരു ഇലക്ഷനൊക്കെ ഫേസ് ചെയ്ത സമയം. അന്നുണ്ടായിരുന്ന വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് പുതിയൊരു മുഖമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പള്ളിമുക്ക് നമുക്ക് ഒരു ഉത്സവമായിരുന്നു ഇലക്ഷൻ അല്ലേ. പക്ഷെ എന്താ വെച്ചാല് ആ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചപ്പോ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ജയിക്കുമെന്ന് കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു. ജയിച്ചു കഴിഞ്ഞപ്പോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ആ ഒരു നീണ്ട 5 കൊല്ലം കഴിഞ്ഞപ്പോ ഇരിക്കുമ്പോ പള്ളിമുക്കില് ഇനി തൊടാൻ റോഡുകൾ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റോഡുകള്, അംഗനവാടികൾ, എല്ലാ അംഗനവാടികളും, എല്ലാ മേഖലകളിലും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികസനം ഇന്ന് നമ്മുടെ വാർഡില് സമ്പൂർണ്ണമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ശരിക്കും പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മികച്ച വികസനം തന്നെ ഏകദേശം ഇപ്പൊ നമ്മളൊരു ബോർഡൊക്കെ കണ്ടു 4 കോടിയിലധികം ഉള്ള ഒരു വികസനം. ഇത് പറഞ്ഞ പഞ്ചായത്തിൽ തന്നെ ആരും അത് ഉയർത്തി കാണിക്കുന്നില്ല. അതായത് എവിടെ ഫണ്ട് കൊണ്ടുവരണമെന്ന് കറക്റ്റ് നമ്മുടെ മെമ്പർ നോക്കി കണ്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ മെമ്പർ മാത്രമല്ല നമ്മുടെ പാർട്ടി മുന്നണിയും മുന്നിട്ട്. ഞാൻ പറയുമ്പോ നമ്മളിപ്പോ പറയാൻ വിട്ടുപോയ സംഭവം മെമ്പർ എന്നല്ല, സുനീറ ആലോക്കുട്ടി, സുനീറാത്ത, നമ്മളൊക്കെ ആ ഒരു കാൻഡിഡേറ്റിനെ തീരുമാനിച്ചപ്പോ എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു. അന്നത്തെ ഇലക്ഷൻ ഒക്കെ ഫേസ് ചെയ്തപ്പോ എന്നിട്ടും അത് ജയിച്ചു. അതിനുശേഷം മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് സുനീറാത്ത ഈ നാട്ടിൽ പല കാര്യങ്ങളും ചെയ്തു. അപ്പോ ആ ചെയ്തതിന്റെ ഒരു റിസൾട്ട് ഇന്ന് പള്ളിമുക്കിനെ കാണാനുണ്ട്. അതായത് എന്താ പറയാ, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള പള്ളിമുക്കാണ് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പള്ളിമുക്കിന് കുറെ ഹിസ്റ്ററി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ശരിക്കും സുനീറാത്ത അതിന്റെ ഒരു നായകല്ലായി മാറി എന്നാണ് ഞാൻ പറയും. അല്ല, സുനീറാത്ത എന്നും പള്ളിമുക്കിന് ഓർക്കപ്പെടുന്ന ഒരാള് എന്നുള്ള ശരിക്കും ഞാൻ പറഞ്ഞു. നമ്മൾക്ക് ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നു, പക്ഷെ പ്രൂവ് ചെയ്തു. നമ്മള് എന്താ പറയാ LDF ആരോട് കുറച്ച് മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പള്ളിമുക്കിന് ഇപ്പത്തെ ഒരു അവസ്ഥ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പേഴ്സണലി പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ പള്ളിമുക്കില് ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരു കുഴി പോലും അങ്ങനെ ഒരു പറഞ്ഞത്, ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരു കുഴി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഒരു 5 കൊല്ലം കൊണ്ട് ഈ നാട്ടില് മാറ്റങ്ങൾ വന്നത്. പിന്നെ കുഴികൾ പറഞ്ഞ വികസനത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് കുഴികളുണ്ട്, മറ്റേ പൈപ്പ് ലൈൻ വഴി കീഴൊക്കെ, അതൊക്കെ വികസനത്തിന്റെ ഭാഗമാണ്. അത് നമ്മളങ്ങനെ മനസ്സിലാക്കാന്നുള്ളൂ. ഒരു സൈലന്റ് ആയിട്ട് വന്ന് ആൾക്കാരുടെ ഇന്ററാക്ഷൻ ഇല്ലാത്ത ഒരാള് പഞ്ചായത്തിന് ഓരോ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങി. ഇപ്പോഴാണ് ആൾക്ക് സ്റ്റേജ് ഫിയർ കൂടി മാറിയിട്ട്. ഞാൻ തന്നെ വേണമെങ്കിൽ നമുക്ക് MSF ഒക്കെ പരിപാടിക്ക് സുനാഥനെ വിളിക്കുമ്പോ സുനാഥ പറയും എനിക്ക് സംസാരിക്കൊന്നും വേണ്ട, പക്ഷെ ഞാൻ എല്ലാരായിട്ടും എന്ത് ചെയ്യും എന്നിട്ട് എല്ലാം കണ്ട് എല്ലാം ചെയ്ത് പക്ഷെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വരെയൊക്കെ റെഡി ആയിരുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ നമ്മൾ സുനിനാഥനെ മാത്രം പറയാന്നല്ല, അപ്പൊ നമ്മളിപ്പോ 2025 മറ്റൊരു ഇലക്ഷനും കൂടെ അല്ലെ. ഞാൻ പറഞ്ഞു 2020 കൊറോണ സമയത്തൊരു ഇലക്ഷൻ ഭയങ്കര വല്ലൊരു ഉത്സവമാക്കിയ ഇലക്ഷൻ ആയിരുന്നു. നമ്മൾ ആ ഇലക്ഷൻ ആ ഒരു രൂപത്തിൽ ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് വിജയിച്ചു. അതിനുശേഷം ഈ പറഞ്ഞ കണക്കിന് നമ്മൾ വികസനങ്ങൾ കൊണ്ടുവന്നു. അതായത് സുനിറാത്ത എന്ന് പറയുന്ന ഒരു ഫ്രഷ് ഫേസിനിട്ട് നമ്മൾ അവിടെ ഒരു ചലഞ്ച് എടുക്കുകയായിരുന്നു ചെയ്തത്. ആ ചലഞ്ചിൽ നമ്മൾ വിജയിച്ചിട്ട് പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുത്തു. ഈ നാടിന്റെ വികസനം കൊണ്ടുവരാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചു. അത് ഈ പറഞ്ഞ പോലെ പാർട്ടി മുന്നണിയൊക്കെ ഇതിന് മുന്നിട്ട് നിന്നിട്ടുണ്ട്. ആരെയും നമുക്ക് മറക്കാൻ പറ്റില്ല. അതിൽ തന്നെ ഇപ്പൊ സുനിറാത്തനെ പറയുമ്പോ നമുക്ക് എന്താ അറിയാം, സുനിറാത്ത മുന്നിൽ നിന്ന് കഴിച്ചാൽ അതൊരു കൂട്ടായ വിജയമാണ്. കുറെ പേര് മുന്നിൽ നടന്ന ഒരു കൂട്ടായ വിജയം. അപ്പൊ അതിൽ തന്നെയാണ് നമുക്ക് 2025 ഇലക്ഷൻ ആകുമ്പോൾ, അതായത് ഈ പറഞ്ഞ പോലെ ഈ 5 വർഷ കാലയളവിലും അതിന്റെ മുന്നേയും ഒക്കെ ഈ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം. ഞാൻ പറയുമ്പോ നമ്മള് മുജീബാക്കാൻ ഒന്ന് നമുക്കൊന്ന് അല്ലെ, എന്തായിരുന്നു മുജീബാക്ക എന്നുള്ള കാര്യം നമുക്ക് പറയണ്ടേ. എല്ലാ കാലഘട്ടത്തും എപ്പോഴും അതുകൊണ്ട് 5 കൊല്ലം എന്നല്ല, ഒരു 10 കൊല്ലം മുമ്പ് തന്നെ ആള് ലൈവിലുണ്ട്. പക്ഷെ നമുക്കങ്ങനെ അറിയൊന്നുമില്ല. എന്നാല് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ മുജീബാക്ക അത് ചെയ്തിരുന്നു ഒന്നും പ്രതീക്ഷിക്കാണ്ട് ചെയ്ത ഒരാളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു തികഞ്ഞ സാമൂഹിക പ്രവർത്തനമായിരുന്നു. ആ ഒന്നും പ്രതീക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, അതായത് പുറത്തേക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ലെവലിൽ ഒരു സംസാരമോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴും പറയുന്നില്ല. അതായത് ഇതിപ്പോ അത് പറഞ്ഞിട്ട് മുതലെടുത്തിട്ട് വേണമെങ്കിൽ വോട്ട് ചോദിക്കാലോ, അങ്ങനെ ഒരു സാധനം പലരും ചെയ്യുന്നതാണ്. ഉൾപ്പെടുത്തണ്ട. ഇപ്പൊ മുജീബാക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സൊസൈറ്റിന്റെ കീഴില് ഒരു സാധനം ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന് സേവനം. അപ്പൊ അതുവരെ മുജീബാക്ക അത് ഒരിക്കലും പറയരുത്, കാരണം അതിന്റെ ഒരു സേവനം മാത്രമാണ്. സുനീറാത്താന്റെ ആ വികസനങ്ങളൊക്കെ ഇനി ഇവിടെ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സാരഥിനെ മുന്നോട്ട് വെക്കാണ്. ആ
ആക്കൽ മുജീബ് റഹ്മാൻ എന്ന കുട്ടിമാൻ.